السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. وعن أبي سعيد الخدري رضي الله عنه أن رسول الله صلى الله عليه وسلم قال: لا ينظر الرجل إلى عورة الرجل ولا المرأة إلى عورة المرأة ولا يفضي الرجل إلى الرجل في ثوب واحد ولا تفضي المرأة إلى المرأة في الثوب الواحد. رواه مسلم رحمه الله. മഹാനായ സഹാബി അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു സഹാബിയാണ്. അദ്ദേഹം പറയാണ്, അല്ലാഹുവിൻ്റെ റസൂല് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ലാ യൻദുറു റജുലു, ഒരു പുരുഷൻ നോക്കാൻ പാടില്ല, അവൻ നോക്കരുത്. ഇലാ ഔറത്തിർ റജുലി, മറ്റൊരു പുരുഷൻ്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. വലൽ മർഅതു, ഒരു സ്ത്രീയും നോക്കുവാൻ പാടില്ല, നോക്കരുത്. ഇലാ ഔറത്തിൽ മർഅതി, മറ്റൊരു സ്ത്രീയുടെ നഗ്നതയിലേക്ക്. വലാ യുഫ്ദിർ റജുലു, ഒരു പുരുഷനും ചേർന്ന് കിടക്കരുത്. ഇലർ റജുലി, മറ്റൊരു പുരുഷൻ്റെ കൂടെ. അഫ്ലാ യുഫ്ലി എന്ന് പറഞ്ഞാൽ ചേർന്ന് കിടക്കുന്നതിനാണ് പറയുക. അഫ്ലാ യുഫ്ലി, മറയില്ലാതെ രണ്ട് ശരീരങ്ങൾ തമ്മിൽ ചേർന്ന് കിടക്കുന്നതിനാണെന്ന് പറയാ അഫ്ലാ. വലാ യുഫ്ദിർ റജുലു ഇലർ റജുലി, ഒരു പുരുഷനും മറ്റൊരു പുരുഷൻ്റെ കൂടെ ചേർന്ന് കിടക്കരുത്. ഫീ സൗബിൻ വാഹിദിൻ, ഒരൊറ്റ വസ്ത്രത്തിനുള്ളിൽ. അതുപോലെ തന്നെ വലാ തുഫ്ദിൽ മർഅതു, ഒരു സ്ത്രീയും ചേർന്ന് കിടക്കരുത്. ഇലൽ മർഅതി, മറ്റൊരു സ്ത്രീയുടെ കൂടെ. ഫിസ്സൗബിൽ വാഹിദി, ഒരേ വസ്ത്രത്തിലായിക്കൊണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രസിദ്ധമായ ഹദീസാണിത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഏറെ ഗൗരവതരമായ കാലോചിതമായ ഒട്ടേറെ കാര്യങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന ഹദീസ് കൂടിയാണിത്. ഒന്നാമതായി പറഞ്ഞതെന്താണ്? ഒരു പുരുഷനും മറ്റൊരു പുരുഷൻ്റെ ഔറത്തിലേക്ക് നോക്കരുത്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഒരു പുരുഷൻ്റെ ഔറത്തപ്പം ഏതാണ്? ഒരു പുരുഷന് മറ്റൊരു പുരുഷനിൽ കാണാൻ പാടില്ലാത്ത ഭാഗം ഏതാണ്? അവിടേക്കാണല്ലോ നോക്കരുതെന്ന് പറയാം. വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഔറത്തുർ റജുലി മിനസ്സുറത്തി ഇലർ റുക്ബ, മുട്ട് മുതൽ കാൽമുട്ട് മുതൽ പൊക്കിൾ വരെയുള്ള ഇടമാണ് ഒരു പുരുഷൻ്റെ നഗ്നത. അപ്പോൾ കാലിൻ്റെ മുട്ടടക്കം മറയുന്ന, പൊക്കിൾ മറയ്ക്കുന്ന വിധത്തിൽ അതിൻ്റെ ഇടക്കുള്ള, അതാണ് മാ ബൈന സുറത്തി വർ റുക്ബ. സുറ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊക്കിളിനാണ് പറയുക. റുക്ബത്ത് എന്ന് പറയുന്നത് കാൽമുട്ട്. കാൽമുട്ടിൻ്റെയും പൊക്കിളിൻ്റെയും ഇടക്കുള്ള സ്ഥലമാണ് ഒരു പുരുഷൻ മറ്റൊരു പുരുഷനിൽ നിന്ന് പോലും മറച്ചു വെക്കൽ നിർബന്ധമായ കാര്യം. അതാണ് അവൻ്റെ ഔറത്ത്. അതിലേക്ക് നോക്കാൻ ഒരു പുരുഷന് മറ്റൊരു പുരുഷൻ്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. അതിൽ തന്നെ മുഗല്ലളായ ഔറത്ത്, അതിശക്തമായ ഔറത്ത് എന്ന് പറയുന്നത് അവൻ്റെ മുന്നും പിന്നുമാണ്. അതേപോലെ തന്നെ അത്ര തന്നെ ഗുരുതരമല്ലാത്ത അവൻ്റെ കാൽത്തട മറ്റു ഭാഗങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും. അപ്പം അതുകൊണ്ട് തന്നെ അതാണ് ഒന്നാമത്തെ നിയമം. രണ്ടാമതായി പറഞ്ഞതോ വലൽ മർഅതു ഇലാ ഔറത്തിൽ മർഅതി,
ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ നഗ്നതയിലേക്കും നോക്കാൻ പാടില്ല. ഒരു സ്ത്രീക്ക് നോക്കാൻ പാടില്ലാത്ത നിഷിദ്ധമായ നിലക്കുള്ള മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ ഒരു സ്ത്രീ പാലിക്കേണ്ടുന്ന മര്യാദ എപ്രകാരമാണ്, ഇത് പണ്ഡിതന്മാർ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇത് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീക്കും അവളുടെ ഔറത്ത് പൊക്കിൾ മുതൽ മുട്ട് വരെ എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് പ്രകൃതിയും എല്ലാ ആളുകളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ നമ്മളുടെ വീട്ടിൽ വീട്ടിൽ പുരുഷന്മാരെങ്ങനെ ഡ്രസ്സ് ധരിക്കുക? ഒരു ഉടുമുണ്ട് മാത്രം എടുത്തുകൊണ്ട് നമ്മൾ നടക്കും. നമ്മളെ നെഞ്ചും വയറും ചുമലും ഒക്കെ തുറന്നിട്ടുകൊണ്ട് ഒരു മുണ്ടെടുത്തിട്ട് മാത്രം നടക്കും. നമുക്കങ്ങനെ നടക്കാം. എന്നാൽ ഇതേപോലെ ഒരു സ്ത്രീക്കും ഔറത്ത് മുട്ട് മുതൽ പൊക്കിൾ വരെയുള്ള ഇടമാണെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് ഏതെങ്കിലും വീട്ടിൽ അങ്ങനെ നടക്കാറുണ്ടോ? ഇല്ല, നടക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിലുമുണ്ട് മര്യാദ. ഭർത്താവിൻ്റെ മുമ്പിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മറയുടെയും പ്രശ്നം ഇല്ല. എല്ലാം നോക്കലും കാണലും അനുവദിക്കപ്പെട്ടതാണ്. അന്യ പുരുഷന്മാരുടെ മുമ്പിൽ മുഴുവൻ അവൾ ഔറത്താണ്. മുഖവും മുൻകൈയും മാത്രം അനുവദിക്കപ്പെട്ടു. അതിൽ തന്നെ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് താനും. അതേ അവസരത്തിൽ മറ്റുള്ള ആളുകൾ, മഹാരിമായ ആളുകൾ ഉണ്ടാകും. ഫൈനൽ മർഅത അമാമൽ മർഅ, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ, അതേപോലെ തന്നെ അവളുടെ മഹാരിമുകളായ ആളുകളുടെ മുമ്പിൽ, മെഹ്റമുകളായ ആളുകളുടെ മുമ്പിൽ, ബാപ്പ, ആങ്ങള, അങ്ങനെ മെഹ്റമുകളെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആരൊക്കെയാണ് ഒരു സ്ത്രീക്ക് മെഹ്റമായി വരിക? അവരുടെയൊക്കെ മുമ്പിൽ സാധാരണഗതിയിൽ വെളിവാകുന്ന ഭാഗങ്ങളൊക്കെ അവരുടെ മുമ്പിലും വെളിവാക്കാം. അവളുടെ കയ്യ്, മൗലിഉ സിവാർ, വളയിടുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ കൈത്തണ്ട, മുഖം, മുടി, അതുപോലെ തന്നെ അവർ ചെയിനണിയുന്ന, അതേപോലെ തന്നെ അവരുടെ കാൽപാദം, ഇതൊക്കെ ഇതേപോലെയുള്ള ഒരു സ്ത്രീക്ക് സ്വാഭാവികമായി സാധാരണഗതിയിൽ ഒരു വീട്ടിൽ അവൾ എപ്രകാരം മറക്കുന്നുവോ, നമുക്കൊക്കെ അത് ആലോചിച്ചാൽ അറിയാം. പൊതുവെ സ്ത്രീകൾ അവരുടെ വീടുകളിൽ ആവുമ്പോൾ ധരിക്കുന്നൊരു വസ്ത്രമുണ്ട്. അതിൽ അവരുടെ തലമുടി തലമറക്കൂല, മുഖം വെളിവാകും, തലമറക്കൂല, കൈത്തണ്ടകൾ വെളിവാകും, ചെറുപ്പക്കാല് കണങ്കാല് വെളിവാകും. അതുപോലെ തന്നെ ആ നിലക്കുള്ള ഒരു പ്രത്യേകമായ നിലക്കുള്ള വേഷത്തിലാണ് പൊതുവിൽ സാധാരണഗതിയിൽ പുരുഷന്മാരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയും സ്ത്രീകൾ ഈ വിധത്തിലുമൊക്കെയാണ് അവരുടെ മഹാരിമകളായ ആളുകളുടെ മുമ്പിൽ അവർക്ക് അനുവദിക്കപ്പെട്ട കാര്യം അതാണ്. അപ്പോൾ ഒരു സ്ത്രീകൾ മാത്രമുള്ളയിടത്ത് പെണ്ണിനിപ്പോൾ അതൊക്കെ തുറന്നിട്ട് നടക്കാവോ? പറ്റില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരിച്ചത്. സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മാറും, പിന്നെ എല്ലാം തുറന്നിട്ടുകൊണ്ട് ആ നിലക്കുള്ള ഡ്രസ്സ് ധരിച്ച് ഇവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നടക്കുന്നതിനെ പണ്ഡിതന്മാരത് പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർക്ക് മഹാരിമകളായ ആളുകളുടെയൊക്കെ മുമ്പിലുള്ള അതേ വിധി തന്നെയാണ് ഒരു സ്ത്രീയുടെ മുമ്പിൽ ഒരു സ്ത്രീക്ക് അവൾ മറക്കേണ്ടുന്ന ഭാഗമായിക്കൊണ്ട് പണ്ഡിതന്മാർ ഇവയുടെയൊക്കെ വിവിധ ഹദീസുകളുടെയും ആയത്തുകളുടെയും ഒക്കെ വിശകലനങ്ങൾക്കൊടുവിൽ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അവരും വളരെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഇവിടെ പെണ്ണ് മാത്രമുള്ളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാം അവളുടെ മുമ്പിൽ അങ്ങ് വ്യക്തമാക്കുന്ന നിലക്ക് പാടുള്ളതല്ല. അപ്പം ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഒരാളിൽ നിന്ന് വെളിവായി തന്നെ നമ്മൾ നോക്കാൻ പാടില്ല എന്ന്. ചിലപ്പോൾ മനുഷ്യന് ഒരാൾ വീണു, വീഴ്ചയിൽ ഒരുപാട് ചിലപ്പോൾ ഔറത്തുകൾ വെളിവാകും. അതേപോലെ തന്നെ പല കാറ്റടിച്ചിട്ട് അങ്ങനെ പലപ്പോഴും അങ്ങനെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ചിലപ്പോൾ ഈ ആൾ അശ്രദ്ധനായിട്ട് അയാളിൽ നിന്ന് എന്തെങ്കിലും വെളിവാകുന്നുണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ദൃഷ്ടി താഴ്ത്തി നമ്മൾ നോക്കാതിരിക്കുകയാണ് വേണ്ടത്, ഒരു പുരുഷൻ്റെ ഔറത്തായാൽ പോലും. ഇതാണ് തുടക്കത്തിലേ പറയുന്നത്, ലാ യൻദുറു റജുലു ഇലാ ഔറത്തി റജുലി, ഒരു പുരുഷൻ മറ്റൊരു പുരുഷൻ്റെ ഔറത്തിലേക്കോ ഒരു സ്ത്രീ സ്ത്രീയുടെ നഗ്നതയിലേക്കോ നോക്കുവാൻ പാടുള്ളതല്ല. ഇതാണ് ഒന്നാമതായി ഈ ഹദീസിൻ്റെ ആദ്യ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മെഹ്റമുകളായ ആളുകളുടെ മുമ്പിൽ പോലും അവർക്ക് വെളിവാക്കുന്നതിന് ലിമിറ്റുണ്ട്, പരിധിയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ പരിഷ്കാരത്തിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ മുമ്പിൽ നൈറ്റ് ഒരാൾക്ക് തൻ്റെ ഭർത്താവിൻ്റെ റൂമിൽ എപ്രകാരമാണോ എങ്ങനെയും വസ്ത്രം ധരിക്കാമല്ലോ, അങ്ങനെ വസ്ത്രം ധരിക്കുകയും ചെയ്യാം.
അതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യമാണ് ഒരു ഭർത്താവിൻ്റെ മുമ്പിൽ. ആ ഭർത്താവിൻ്റെ മുമ്പിൽ ധരിക്കാവുന്നൊരു വേഷത്തിൽ ഒരു സ്ത്രീക്ക് തൻ്റെ മക്കളുടെ മുമ്പിലേക്ക് ഇറങ്ങാമോ, ആങ്ങളയുടെ മുമ്പിലേക്ക് ഇറങ്ങാമോ, പിതാവിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങാമോ, ഭർത്തൃപിതാവിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങാമോ? പാടില്ല. അതാണ് നമ്മൾ ഇതിൻ്റെ വ്യത്യാസമായി മനസ്സിലാക്കിയിരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് തന്നെ അവിടുന്ന് പ്രത്യേകം അനുവദിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉടുമുണ്ട് മാത്രം ഉടുത്താലും, ചില സഹാബിമാർ ആ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഉടുമുണ്ട് മാത്രം ഉടുക്കുക എന്നുള്ളത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ആളുകളുടെ മുമ്പിലേക്ക് അവൻ ഇറങ്ങുമ്പോൾ അവൻ്റെ ഒരു മര്യാദയും അദബും പാലിച്ചുകൊണ്ട് അവൻ എന്തു ചെയ്യും? തൻ്റെ ശരീരം മറ്റൊരാൾ കാണുന്ന ഒരാളും എന്തു ചെയ്യൂല, ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് തന്നെ അവൻ മറക്കും. അത് മറക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു ഔറത്ത് എന്നുള്ള നിലക്കല്ല, അത് ആ നിലക്കുള്ള ഒരു മറക്കലല്ല, മറിച്ച് അതൊരു പൊതുവായിട്ട് അവൻ്റേതായ ഒരു എന്താ പറയുക, അവന് മാനസികമായിട്ടൊരു സംതൃപ്തി ലഭിക്കുവാൻ വേണ്ടി അവൻ്റെ മര്യാദ അവൻ നിലനിർത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്നുകൊണ്ട് പറഞ്ഞത് എന്താണ്? രണ്ടാമത്തെ ഭാഗം എന്താണ് ഹദീസിൻ്റെ പാർട്ടിൽ? വലാ യുഫ്ളിർ റജുലു ഇലർ റജുലി, ഒരാൾ ആണുമായി കൂടിച്ചേർന്ന് കിടക്കരുത്. ഫി സൗബിൻ വാഹിദിൻ, ഒരൊറ്റ വസ്ത്രത്തിൽ. അതുപോലെ തന്നെ ഒരു സ്ത്രീയും അപ്രകാരം കിടക്കാൻ പാടില്ല. ഇത് 10 വയസ്സായാൽ തന്നെ ഇതിൻ്റെ നിയമം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി തന്നെ അത് രക്ഷിതാക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് 7 വയസ്സായാൽ നമസ്കാരം കൊണ്ട് കൽപ്പിക്കുവീൻ. ഒരു ഹദീസാണ്, നമ്മൾ സാധാരണ കേട്ട് പരിചയമുള്ള ഒരു ഹദീസാണ്. നിങ്ങളുടെ മക്കൾ 7 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുവീൻ. 10 വയസ്സായിട്ടും നമസ്കരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ അവരെ ശിക്ഷിക്കുവീൻ. ചെറുതായ ശിക്ഷാരീതികൾ, ശിക്ഷണ നടപടികളൊക്കെ എടുക്കണം. 10 ആയിട്ടും അവർ അതിന് വഴങ്ങുന്നില്ലെങ്കിൽ. എനിക്ക് നിർബന്ധമായിട്ടൊന്നുമല്ല അത്. പക്ഷേ ഒരാൾ പ്രായപൂർത്തിയായ ഒരു ഘട്ടത്തിൽ മാത്രം ഒരു കാര്യമാണ് ചെയ്യാൻ പറഞ്ഞാൽ സ്വിച്ചിട്ടതുപോലെ അത് അംഗീകരിക്കാൻ അയാളുടെ പ്രകൃതി വഴങ്ങൂല. അതുകൊണ്ടാണ് ഈ ശീലിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പം നമ്മുടെ ചെറിയ മക്കളെ തന്നെ വാസ്തവത്തിൽ അതൊരു പ്രായപൂർത്തിയാകുമ്പോഴല്ലേ അവൾ പൂർണ്ണമായി വസ്ത്രം ധരിക്കുന്ന ആ ഒരു രീതിയിലേക്ക് പോകേണ്ടതുള്ളൂ. പക്ഷെ ഒരു പെൺകുട്ടിക്ക് അവൾ പ്രായപൂർത്തിയാകുന്നതോ ഒന്നുകിൽ 15 വയസ്സ് പൂർത്തിയാകുന്നതോടുകൂടി, അതല്ലെങ്കിൽ മെൻസസ് പുറപ്പെടുന്നതോടുകൂടിയാണ്, ആർത്തവം പുറപ്പെടുന്നതോടുകൂടിയാണ്. അത് 15 ആയിക്കൊള്ളണമെന്നില്ല. ഇന്നത്തെ കുട്ടികളിപ്പോൾ പ്രത്യേകമായി പല കുട്ടികളും മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ പെൺമക്കളൊക്കെ ഏർലി സ്റ്റേജിൽ തന്നെ അവർ എന്തു ചെയ്യാണ്? മെൻസസിലോട്ട് കിടക്കുകയാണ്. പല കാരണങ്ങളുണ്ടാകാം. ജീവിക്കുന്ന സാഹചര്യങ്ങൾ, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഹോർമോൺ സ്വാധീനിക്കുന്നുണ്ടാകാം, വ്യത്യസ്ത ഘടകങ്ങളുണ്ടാവാം. മുൻകാലങ്ങളിലൊക്കെ കുറേ കഴിഞ്ഞിട്ട് പലപ്പോഴും നമ്മുടെയൊക്കെ നാടുകളിൽ 15 ആയിട്ടും മെൻസസ് പുറപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതെന്താ തകരാറെന്ന നിലയ്ക്ക് ഹോസ്പിറ്റലിൽ കാണിക്കുകയും അതിൻ്റെ പേരിൽ ചിലപ്പോൾ നേരിയ രൂപത്തിലുള്ള ഓപ്പറേഷനുകളൊക്കെ നടത്തേണ്ട അവസ്ഥകളൊക്കെ വരും. ഇന്നിപ്പോൾ കുട്ടികൾക്ക് 9 വയസ്സ് 10 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് അവർ മെച്ചുവേർഡാകുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ ഈ നിലക്കുള്ള മെൻസസിലേക്ക് കിടക്കുകയാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തി 15 വയസ്സാണ്. സ്ത്രീക്കോ വയസ്സല്ല, മെൻസസ് പുറപ്പെടലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ നിയമങ്ങളും അവരുടേതായ കാര്യങ്ങളുമൊക്കെ പെട്ടെന്നൊരു പ്രഭാതത്തിൽ അവരോട് ഇന്നിപ്പോൾ നിനക്ക് മെൻസസ് ആയിട്ടുണ്ട്, ഇന്ന് മുതൽക്ക് ഇനി ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചോളാം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കത് ഉൾക്കൊള്ളൂല. അതേമാതിരി ആൺകുട്ടികളാവട്ടെ, അവർക്കും തന്നെ 15 വയസ്സ് ഇപ്പോൾ പൂർത്തിയായി, ഇനി ഇത് നിസ്കരിക്കണം. അതിന് മുമ്പ് നമ്മൾ കുട്ടികൾക്ക് നിസ്കാരമൊന്നും പറഞ്ഞു കൊടുത്തില്ല, ശീലിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അതുകൊണ്ടാണ് മുമ്പേ ഒരു തദ്രീബ്, ഒരു തെർബിയത്ത്, ഒരു പരിശീലനം ഇസ്ലാം 7 വയസ്സിലെ തുടങ്ങി. 7 വയസ്സിലെ നിസ്കരിക്കാൻ കൽപ്പിക്കാൻ പറഞ്ഞു. 10 വയസ്സായിട്ടും നിസ്കരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ചെറിയ രൂപത്തിലുള്ള ശിക്ഷകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞു. അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മുടെ വിഷയവുമായിട്ടുള്ള ബന്ധം. വഫർരിഖൂ ബൈനഹുന്ന ഫിൽ മളാജിഇ എന്നാണ് തുടർന്നുകൊണ്ട് പറയുന്നത്. നിങ്ങളുടെ മക്കൾ 10 വയസ്സിലുള്ള ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മക്കളാണ്, അവർ ബ്രദേഴ്സാണ്, സിസ്റ്റേഴ്സാണ്, അതൊന്നും പ്രശ്നമല്ല. കിടപ്പറയിൽ നിങ്ങളവരെ വേറിട്ട് കിടത്തണം, വേറെ കിടത്തണം. ഒന്നിച്ചവർ കിടന്നുകൂടാ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ വേറെ കിടക്കാൻ എവിടെ സ്ഥലം? ഇന്നല്ല ഇപ്പോൾ കുറച്ചൊക്കെ സംവിധാനം ഉണ്ടായത്. പണ്ട് കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളെന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബ വ്യവസ്ഥയാണ്.
അവിടെ തന്നെ 2-3 സഹോദരങ്ങളുണ്ടെങ്കിൽ അവരൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടാവും, അവരുടെയൊക്കെ മക്കളുണ്ടാവും. വേറെ വേറെ വീടൊന്നുമില്ല. അന്നൊക്കെയുള്ള വലിയ തറവാടുകളല്ലേ. അപ്പം അതുകൊണ്ട് ഒരാൾക്ക് ഒരു കുടുംബത്തിന് ചിലപ്പോൾ ഒരു റൂമുണ്ടാവും, അവിടെ തന്നെ വാപ്പിയമ്മയോ ചിലപ്പോൾ ഒരു കട്ടിലിടായിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. ബാക്കി കുട്ടികളൊക്കെ കൂടി താഴെ ഒരു പായം വിരിച്ച് പുല്ലുപായം വിരിച്ച് ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. അതുകൊണ്ടൊക്കെ അതിൻ്റേതായ ചില ദൂഷ്യവശങ്ങളും ഉണ്ടായിട്ടുമുണ്ടാകാം. എന്തായിരുന്നാലും ഇസ്ലാം പറയുന്നത് എന്താണ്? 10 വയസ്സായി കഴിഞ്ഞാൽ ഒരേ പുതപ്പിനുള്ളിൽ ഒരിടത്ത് ചേർന്ന് കിടക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. പിന്നെ സഹോദരിമാർ 2 തമ്മിലാണെങ്കിലും 2 ബ്രദേഴ്സാണെങ്കിലും 2 ആൺകുട്ടികളാണെങ്കിലും 2 പെൺകുട്ടികളാണ്, അവർ തമ്മിലോ ഇനി അങ്ങനെ ആണും പെണ്ണുമായിട്ടുള്ള അങ്ങളി പെങ്ങളും അല്ലേ, എന്തായിരുന്നാലും അനുവദിച്ചുകൂടാ. ചില ആളുകൾ ഇങ്ങനെ സ്നേഹം മൂത്തിട്ട് മക്കൾക്ക് പ്രായമായാലും ഉമ്മാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കാൻ അനുവദിക്കും. ആ മോനല്ലേ, എൻ്റെ കുട്ടിയല്ലേ, ഓനക്ക് അങ്ങനെയാണ്, അങ്ങനെ ശീലിച്ചിക്കണം, ഞാൻ അല്ലാതെ അവന് പറ്റൂല. അതൊക്കെ മാറണം, മാറ്റേണ്ട സമ്പ്രദായങ്ങളാണ്. അതൊന്നും എക്സ്ക്യൂസ് നമ്മളങ്ങനെ ആ നിലക്കുള്ള സഹതാപ തരംഗമൊന്നും ഇവിടെ നടക്കൂല, പാടില്ല എന്ന് തന്നെയാണ്. അത് ഉമ്മയല്ലേ, ഉമ്മ തന്നെയാണ്. പക്ഷെ അതുകൊണ്ടല്ല, ഒരു പ്രായം, ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ മാറ്റിക്കിടത്തേണ്ടവരെ മാറ്റിക്കിടത്തുക തന്നെ ചെയ്യണം. അതൊരു ട്രെയിനിങ് ആണ്, അതൊരു പരിശീലനമാണ്. അതിലൊക്കെ അടങ്ങിയ ഹിക്മത്ത് എന്താണെന്ന് മനുഷ്യരെ സൃഷ്ടിച്ച റബ്ബല്ലേ ഇതൊക്കെ പറയുന്നത്. അതിൽ അവന് പല ഹിക്മത്തുകളും ഉണ്ടാകാം. പലതും നമുക്ക് മനസ്സിലായി കഴിഞ്ഞു, ചിലതൊക്കെ ഇനിയും മനസ്സിലാകാനുണ്ടായിരിക്കാം. എന്തായിരുന്നാലും ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമം അങ്ങനെയാണ്. ആണാവട്ടെ പെണ്ണാവട്ടെ 10 വയസ്സായി കഴിഞ്ഞാൽ ഒരു പുതപ്പിനുള്ളിൽ അവർ ഒരുമിച്ച് കിടന്നുകൂടാ. നിങ്ങളവരെ കിടപ്പറയിൽ, കിടപ്പുസ്ഥാനം, മലാജികളിൽ ഫർരിഖൂഹുന്ന, അവരെ നിങ്ങൾ വേറിട്ട് കിടത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒക്കെ ഇതുകൊണ്ടാണ്. കാരണം ശരീരങ്ങൾ തമ്മിൽ സ്പർശിക്കുമ്പോൾ ആണും തമ്മിലാവട്ടെ, ആണും പെണ്ണും തമ്മിലാവട്ടെ, പെണ്ണും തമ്മിലാവട്ടെ, വൈകാരികതകൾ ഉണരുവാനും അതുപോലെ തന്നെ അവൻ്റെ മനസ്സിൽ വേണ്ട ചിന്തകൾ ഉണരുവാനുമൊക്കെ അത് കാരണമാകുമെന്നുള്ളത് മനുഷ്യപ്രകൃതമാണ്. ഇസ്ലാം മനുഷ്യപ്രകൃതി അറിയുന്ന മതമാണല്ലോ. റബ്ബല്ലേ ഇത് പറയുന്നത്, വലഖദ് ഖലഖ്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. ആരാണ് ഈ പ്രോഡക്റ്റിൻ്റെ, ആരാ ഇത് നിർമ്മിച്ചത്? അള്ളാഹുവാണ്. അവനാ പറയുന്നത്. അവനറിയാം മനുഷ്യൻ്റെ സ്വഭാവം എന്താണ് അവൻ്റെ നാച്ചുറൽ, അവൻ്റെ പ്രകൃതം എന്താണ്, എന്തൊക്കെയാണ് അവനിൽ സംഭവിക്കുന്നത്, ഏതൊക്കെ ഹോർമോണുകൾ ഏതൊക്കെ ഘട്ടങ്ങളിൽ അവനിൽ ഉണരും എന്നൊക്കെ. ഇന്നത്തെ വൈദ്യശാസ്ത്രം എന്നല്ലല്ലോ, റഹ്മാനായ റബ്ബ് നിശ്ചയിച്ചില്ലേ, എല്ലാം അവനറിയാലോ. അപ്പം അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള നിയമങ്ങളാണ്. ഇനി കുടുംബമൊന്നുമല്ല, ബന്ധമൊന്നുമില്ല, നമ്മൾ ഒരുമിച്ച് ഹോസ്റ്റലുകളിലാണ്, അങ്ങനെ ചേർന്ന് കിടക്കാൻ പാടില്ല. വെറും ഗേൾസ് ഹോസ്റ്റലാണ്, വിമൻസ് ഹോസ്റ്റലാണ്, അതല്ലെങ്കിൽ ജെൻസിൻ്റെ ഹോസ്റ്റൽ മാത്രമാണ്, അവിടെയാണെങ്കിലും പറ്റൂല, എവിടെയാണെങ്കിലും പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ ആളുകൾ അതൊക്കെ ഒഴിവാക്കിയതിൻ്റെ തിക്തഫലങ്ങളാണ് ഇന്നത്തെ LGBT കമ്മ്യൂണിറ്റിയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ തുടക്കങ്ങൾ. അത് നമ്മൾ വിശദീകരിക്കേണ്ടതില്ലാത്തത്ര. ഇന്നിപ്പോൾ ആണും കല്യാണം കഴിച്ച് നടക്കുന്നത്, പെണ്ണും കല്യാണം കഴിച്ച് നടക്കുന്നത്, അവർക്കൊക്കെ വലിയ സ്വീകാര്യത സമൂഹത്തിൽ കിട്ടാൻ വേണ്ടി പലരും അവർക്ക് വേണ്ടി ന്യായീകരിക്കുന്നു, അവർക്ക് വേണ്ടി സംസാരിക്കുന്നു. ഇതൊക്കെ ലോകം അംഗീകരിച്ചു കഴിഞ്ഞു എന്നൊക്കെ പലരും പറയുന്നു. എന്നൊക്കെയുള്ള പ്രത്യേകമായ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഇത്തരം ഹദീസുകളുടെയൊക്കെ പ്രസക്തി ഒരു 10,400 കൊല്ലങ്ങൾക്കപ്പുറം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തോട് ഇതൊക്കെ പറഞ്ഞില്ലേ. ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ്, സാർവകാലികമാണ്. ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ സാർവജനീനമാണ്, എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തേക്കും ഫിറ്റായ നിയമങ്ങളാണിത് പറയുന്നത്. അന്നുണ്ടായ അസുഖം, അന്നുണ്ടായതൊക്കെ അതിൻ്റെ അധുനാധുന രൂപങ്ങൾ ഇന്നത്തെ ടെക്നോളജി വളർന്ന കാലഘട്ടത്തിൽ അത് ഇന്നും നിലനിൽക്കുകയാണ്. ഇന്ന് വിശദീകരിക്കേണ്ട ഒരു കാര്യമുള്ളതൊന്നും, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ബോധ്യമാണ്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാന മർമ്മം അറിഞ്ഞുകൊണ്ട് ഇസ്ലാം ചികിത്സിച്ചു. അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം എപ്പോഴും ചികിത്സ തൊലിപ്പുറത്തല്ല നടത്തുക, അതിൻ്റെ ആഴത്തിലടങ്ങി അതിൻ്റെ മർമ്മമറിഞ്ഞ് ചികിത്സിക്കും. അതുകൊണ്ടാണ് കണ്ണ് താഴ്ത്താൻ വേണ്ടിയാണല്ലോ ഇസ്ലാം പറഞ്ഞത്. വ്യഭിചാരിക്കരുത് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ആദ്യം പറഞ്ഞതെന്താണ്? കുല്ലിൽ മുഅ്മിൻ, നമ്മുടെ അധ്യായം തന്നെ അതല്ലേ, നിങ്ങൾ പുരുഷൻ അന്യ സ്ത്രീയിലേക്ക് നോക്കരുത്. കാമ കണ്ണുകളോടുകൂടി ആൺകുട്ടികളിലേക്ക്, ആണിലേക്ക് പോലും നോക്കരുത്. അല്ല, ഞാൻ മുമ്പത്ത് വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഒരു കാലത്ത് കാൾ ഗേളുകളും അതുപോലെ തന്നെ ആ നിലക്കുള്ള കാൾ ബോയ്സും ഇന്നിപ്പോൾ വന്നില്ലേ. അപ്പോൾ കാൾ ഗേളുകളിൽ നിന്ന് പോയിട്ട് ഇപ്പം കാൾ ബോയ്സ് അല്ലേ, ആൺകുട്ടികളെയല്ലേ വിളിച്ചു കൊണ്ടുപോകുന്നത്, അവർക്കല്ലേ വിലയുറപ്പിക്കുന്നത്, അവർക്ക് വേണ്ടിയല്ലേ റൂമുകൾ തയ്യാറാക്കുന്നത്.
ആ നിലക്കുള്ള ഒരു സ്വവർഗരതി, അതൊന്നും ഒരു തെറ്റല്ല എന്നുള്ളത് സമൂഹം അതിനൊക്കെ അംഗീകാരം കൊടുത്തെങ്കിൽ നിങ്ങളായിട്ട് എന്തിനാണില്ല, ലോകം മുഴുവൻ അതിനെ അംഗീകരിച്ചു എന്നാണ് നമ്മുടെ ഒരു സെലിബ്രിറ്റി പറഞ്ഞത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അവരൊക്കെ അംഗീകരിച്ചെങ്കിൽ നിങ്ങൾക്കെന്താ അത്ര പ്രശ്നമെന്ന്. അപ്പറയുന്ന കാലത്തും 60ഓളം രാഷ്ട്രങ്ങൾ ഇതിനെ അംഗീകരിക്കാതെ ഇന്നും നിലനിൽക്കുന്നതാണ്. ലോകത്ത് എല്ലാവരും അംഗീകരിച്ചു എന്നാണ് അയാൾ തട്ടിവിട്ടത്. വാസ്തവത്തിൽ അത് പറയുന്ന ആ നിമിഷത്തിലും ഈ നിമിഷം വരെയും ലോകരാഷ്ട്രങ്ങളിൽ 60ഓളം രാജ്യങ്ങൾ ഇന്നും ഇത് തെറ്റായിട്ട് തന്നെയാണ് കാണുന്നത്. ആ വിവരമൊന്നുമില്ലാതെ ഇങ്ങാണ്ടാണ് പറഞ്ഞതെന്ത്, എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു, നിങ്ങൾക്കെന്താ പ്രശ്നം, നിങ്ങളെ കുടുംബത്തിൽ കയറ്റണ്ട, ഞാൻ എൻ്റെ കുടുംബത്തിൽ കയറ്റുന്നു. അപ്പോൾ അതൊക്കെ ആളുകൾക്ക് ഇപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി എന്തിനാ മറ്റുള്ളവർ പറയുന്നത്. നമ്മൾക്ക് തന്നെ ഇപ്പം ഇതിങ്ങനെ 100 ആവർത്തി കേട്ടിട്ട് അതിൻ്റെ ഗൗരവം കുറയണില്ലേ? ഇതാ ഇതിൻ്റെ പ്രശ്നം. ഒരുപാട് കേൾക്കുകയാണ് നമ്മൾ, ഒരുപാട് കാണുകയാണ്. അപ്പം നമ്മൾക്ക് തന്നെ ഇതിൻ്റെ ആ ഒരു സീരിയസ്നെസ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതൊരു പുതുമയില്ലാതായിട്ട് തോന്നും. ഇപ്പം എന്താ ഇനിയിപ്പോൾ ഒരാളപ്പം അങ്ങനെ ഇനിയിപ്പോൾ 2 പെൺകുട്ടികൾ നമ്മളെ മാപ്പിള വീടുകളിൽ എന്നുണ്ടെങ്കിൽ ഇനി അതിൻ്റെ എണ്ണം വർദ്ധിക്കും, പുതുമല്ലാതാവും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ ലോകത്ത് ഏത് കാലഘട്ടത്തിലും സംഭവിക്കും, ഇന്നും സംഭവിക്കുന്നു, ഇനിയും സംഭവിക്കും. അടിവേരറുക്കുന്ന ചികിത്സയാണ് ഇസ്ലാം കൊടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനാണ്? ഇസ്ലാം എന്ന് പറയുന്നത് കേവലം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ 6-ാം നൂറ്റാണ്ടിൽ ബസ് കിട്ടാത്തവർക്കുള്ള മതാണെന്നല്ലേ പറയുന്നത്. അതിന് മറുപടിയായി പറയുന്നത് ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ 6-ാം നൂറ്റാണ്ട് അങ്ങേതോ കാടൻ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾക്കുള്ള നിയമങ്ങളാണ്. ആണോ? ആ നിയമമാണോ? അവിടുന്ന് ബസ് കിട്ടാത്തവരാണ് നമ്മളൊക്കെ എന്നല്ലേ ഇതിനെ എതിർക്കുന്നവരെ കുറിച്ച് പറയുന്നത്. ആണോ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു അവൻ്റെ റസൂലിലൂടെ എന്തൊന്ന് പഠിപ്പിച്ചുവോ അത് മുഴുവൻ ലോകത്തിന് ഫിറ്റാണ്. അതാണ് ഇസ്ലാം എന്നും മികച്ചു നിൽക്കും. അൽ ഇസ്ലാമു യഅലു വലാ യുഅല. ഇസ്ലാം എന്നും ഉയർന്നു നിൽക്കും, മികച്ചു നിൽക്കും. അതിൻ്റെ മീതെ മറ്റൊന്നും അതിനെ അതിജയിക്കാൻ വളർന്നിട്ടില്ല, വളരൂല്ല. ഓരോ നിയമങ്ങളിലും അത് കാണാം. ഒക്കെ മർമ്മമറിഞ്ഞ് അടിത്തട്ടിലുള്ള ചികിത്സയാണ്. തൊലിപ്പുറമേയുള്ള ഐസ് കട്ടം മേൽ പെയിൻ്റ് അടിക്കുന്ന ചികിത്സാ രീതി ഇസ്ലാമിലില്ല. അടിസ്ഥാനം അറിഞ്ഞുകൊണ്ട് അവിടെ മരുന്ന് വെക്കും, അവിടെ ചികിത്സിക്കും. അതാണ് ഇസ്ലാമിക ശരീഅത്തിൻ്റെ മഹിമയായി, പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഹദീസിൽ ആണും പെണ്ണും അതുപോലെ തന്നെ പെണ്ണും ഒക്കെ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഇന്ന് അതിൻ്റെ പ്രാധാന്യവും പ്രത്യേകത ഒന്നും നമ്മളിന്ന് വിശദീകരിക്കേണ്ടതില്ല. വളരെ ഗൗരവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും അറിഞ്ഞ നേരനുസരിച്ചുകൊണ്ട് ജീവിതത്തെ പരമാവധി ക്രമീകരിക്കുവാനുമുള്ള, സൂക്ഷ്മത പാലിക്കുവാനുമുള്ള റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم صل على محمد وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.